മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി ദുബായിൽ എത്തിയിരുന്നു. ഇന്നലെ ജമാൽ അതിന്റെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിന്റെ ആവേശ കാഴ്ചകളൊക്കെ പങ്കുവച്ചിരുന്നു. അപ്പോൾ കേരളോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാനെത്തുമ്പോൾ ഏത് രീതിയിലാണ് ആവേശഭരിതരായിരിക്കുന്നത് പ്രവാസി മലയാളി സമൂഹം എന്ന് കൂടെ അറിയേണ്ടതുണ്ട്. ജമാൽ കൂടി ചേരുകയാണ് ദുബായിൽ നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ജമാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഗൾഫ് പര്യടനത്തിന്റെ സമാപനമാണ് ഇന്ന് ദുബായിൽ നടക്കാൻ പോകുന്നത്. ദുബായിൽ ഇന്ന് അമിറ്റി സ്കൂളിൽ വൈകിട്ട് 6:30 കേരളോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ഏതാണ്ട് ആഴ്ചകളായി ഈ പരിപാടിയുടെ സംഘാടനത്തിലായിരുന്നു. ഇതിന്റെ ഓർമ്മയും അതുപോലെ തന്നെ ദുബായിലെ വിവിധ പ്രവാസി മലയാളി സംഘടനകളൊക്കെ തന്നെയും വലിയ ഒരുക്കങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടിക്കായി സംഘാടകർ തയ്യാറാക്കിയിട്ടുള്ളത്. ദുബായ് കിസൈസിലെ അമിറ്റി സ്കൂളിൽ വൈകിട്ട് 6:30 കേരളോത്സവത്തിന്റെ മുഖ്യവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ എത്തിയത്. ഇന്നലെ UAE ചില മന്ത്രിമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് പ്രവാസി മലയാളി സമൂഹത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനമാണ് ഈ ചർച്ചകളൊക്കെ തന്നെയും. ഇന്നത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രി സജി ചെറിയാൻ, അതുപോലെ തന്നെ കേരള ചീഫ് സെക്രട്ടറി ജയതിലക്, MA യൂസഫ് അലി തുടങ്ങിയവരൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, അതുപോലെ ഒമാൻ, അബുദാബി എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. വളരെ ആവേശകരമായ ഒരു വരവേൽപ്പാണ് അന്ന് മുഖ്യമന്ത്രിക്ക് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ലഭിച്ചത്. കേരളത്തിന്റെ വികസന പദ്ധതികളൊപ്പം തന്നെ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ വികസന പദ്ധതികളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി പ്രവാസി മലയാളികളോട് സംവദിച്ചത്. ആ തരത്തിലുള്ള അന്ന് വളരെ വിശദമായി തന്നെ 1-1.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ ഈ കേരള സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പദ്ധതികൾ നേരിട്ട് പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒപ്പം തന്നെ ചില കൂടിക്കാഴ്ചകൾ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളുമായുള്ള ചില കൂടിക്കാഴ്ചകളും ആ അവസരത്തിൽ നടത്തിയിരുന്നു. ഇന്ന് UAE അല്ലെങ്കിൽ ദുബായിലെ പ്രവാസി മലയാളികളുമായി ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കുന്നത്. അത്തരത്തിൽ പ്രവാസി മലയാളികളുമായി നേരിട്ട് സംവദിക്കുകയാണ് ഈ ഗൾഫ് സന്ദർശനത്തിലൂടെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിന് ചില പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ആരായുന്നു. കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് മുഖ്യമന്ത്രി ആരായുന്നു. ഈ പ്രവാസികൾ അവരുടെ പ്രശ്നങ്ങൾ, ഈ ആവലാതികളൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെയും പങ്കുവെക്കുന്നു. ഇത്തരത്തിൽ പ്രവാസി മലയാളികളുമായി നേരിട്ട് സംവദിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഈ ഗൾഫ് സന്ദർശനം ഒക്കെ തന്നെയും പുരോഗമിക്കുന്നത്. ദുബായിൽ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഈ പരിപാടിക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത്. വളരെ ആവേശപൂർവ്വം തന്നെയാണ് മുഖ്യമന്ത്രിയെ UAE പ്രവാസി മലയാളി സമൂഹം സ്വീകരിക്കുന്നത്. വിനീഷ, ഓക്കെ, യെസ്. ഏതായാലും കഴിഞ്ഞ ഒരു മാസമായി നീണ്ടുനിന്ന, വിവിധ രാജ്യങ്ങളിലായി നീണ്ടുനിന്ന മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം ഇന്ന് അവസാനിക്കുകയാണ്. ദുബായിലാണ് ഇന്നത്തെ പരിപാടി. കേരളോത്സവത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രി. അതിന്റെ വിശേഷങ്ങളാണ്, അതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ജമാലുദ്ദീൻ സംസാരിച്ചത്.